നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിയുടെ വിജയം ആഗ്രഹിക്കുന്നത് കേവലം ഇടതുപക്ഷക്കാർ മാത്രമല്ല. ചില പ്രതികരണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. കാര്യം, ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതത് രാഷ്ട്രീയ പാർട്ടിയിലെ അണികളും പ്രവർത്തകരും ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ എതിർ പാളയത്തിൽ നിൽക്കുന്നവർക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മികച്ച തീരുമാനമുണ്ടോ? എന്തുകൊണ്ടെന്നല്ലേ, സ്വരാജിനെ സംബന്ധിച്ച് ഇപ്പോ ആ സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം ലീഗിനിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥി നിർണയം അടിമുടി UDFിനെ ചിതറിച്ചു കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ലീഗന്മാർക്കിടയിലുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾ കേൾക്കണ്ടേ. അവിടെയാണ് ഇടതുപക്ഷം ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകരിക്കപ്പെടുന്നവരാണ് എന്നതിന്റെ തെളിവായി മാറുന്നത്. അപ്പോ രണ്ട് പ്രതികരണം, രണ്ടും ലീഗിന്റെ തീപ്പൊരികളാണ്. ഒരാൾ കഴിഞ്ഞ ദിവസം 24ന്റെ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഓഡിയോ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. മറ്റൊന്ന്, ലീഗിന്റെ തീപ്പൊരിയായിട്ടുള്ള KM ഷാജിക്ക് പോലും സ്വരാജിനോടുള്ള സ്വീകാര്യത എന്തെന്ന് നിങ്ങൾ കേട്ടെ. യൂത്ത് ലീഗിൽ അല്ലാത്ത യുവ നേതാക്കളില് ഇവൻ നമ്മുടെ പാർട്ടിക്ക് വന്ന് നന്നായിരിക്കുന്നു തോന്നിയ ഒരാളായിരിക്കും സ്വരാജിന് ഇഷ്ടം. നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട്.